ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം, എല്ലാവരും നല്ല രീതിയിൽ നല്ല അടിച്ചു പൊളിച്ചിരിക്കണമെന്ന് വിചാരിക്കണം വെക്കേഷനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ കുഞ്ഞു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ, എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാൻ. എൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പെരുന്നാളിൻ്റെ അന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് എത്തിയത്, വൈകിട്ടാവുമ്പോൾ കേട്ടോ. വന്നത് നമ്മളിതാ ഫോട്ടോ എടുക്കാനില്ലായിരുന്നു, ഡ്രസ്സ് മാറാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൽ 1-2 പേര് ഫേസ് കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ മുഖത്ത് സ്റ്റിക്കർ വെച്ചത്. അങ്ങനെ നമ്മൾ ചായയും ബേക്കറിയും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. നല്ല പാലടപ്രഥമനൊക്കെ ഉണ്ടായിരുന്നു പായസമായിട്ട്. പിന്നെ അവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരുന്നത് ബീഫ് മന്തി ആയിരുന്നു കേട്ടോ. അത് അറേബ്യൻ ബീഫ് മന്തിയാണ്, എരിവൊന്നും അധികമില്ലാണ്ട് ഉള്ള മന്തിയായിരുന്നു. അടിപൊളി റൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ പാലടപ്രഥമനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നൈറ്റൊക്കെ ആയപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു. ലാസ്റ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഒന്ന് കാലിയായതിന് ശേഷമാണ് ഫുഡ് കഴിച്ചിട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റ്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പിറ്റേ ദിവസം ആയപ്പോൾ പെരുന്നാളിൻ്റെ നോമ്പിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ട് ഒരുപാട് സമയം കടന്നുറങ്ങി. കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ ബീഫ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബീഫൊക്കെ കുക്കറിലാക്കിയതിന് ശേഷം ഉമ്മ തന്നെ പത്തിരി ഉണ്ടാക്കുകയാണ്. ഒരു സൈഡിൽ നൂൽപുട്ട് വെച്ചിട്ടുണ്ട്, നൂൽപുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ആക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഈ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഒരു ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ളൂ. പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നു വീട്ടിലേക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ഹിമമോൾ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. നല്ല കട്ടൻ ചായയും പിന്നെന്താ പറയുക, ബീഫ് കറിയും നൂൽപുട്ട് പത്തിരിയൊക്കെ ആയിരുന്നു കേട്ടോ. പത്തിരി ഉണ്ട് അതിൽ. പത്തിരി ഞാൻ മൂടി വെച്ചതായിരുന്നു, അത് കാണണ്ട. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കാസറോളൊന്ന് തുറന്ന് നോക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കാസറോൾ ഒരുപാട് വട്ടം പിടിച്ച് വലിച്ച് നോക്കിയപ്പോഴാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് പറ്റണില്ല. അപ്പം മോൾക്ക് കൊടുത്തു. അപ്പം മോൾക്ക് അത്രയും പറ്റണില്ല. ലാസ്റ്റ് ഒന്ന് ഞാൻ തട്ടി വിളിച്ചപ്പോൾ മെല്ലെ തുറന്ന് കയ്യിൽ പോന്ന്. അങ്ങനെ തിരിച്ച് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഉപ്പാടേന്നും ആങ്ങളുടേന്നും ഉമ്മാടേന്നും എല്ലാം പെരുന്നാൾ പൈസ വാങ്ങി മക്കളൊക്കെ ഹാപ്പിയായി ഞങ്ങൾ തിരിച്ചു പോന്നു. കുറേ ഷൊർണൂർ എത്തിയപ്പോഴേക്കും കുളപ്പുള്ളി കഴിഞ്ഞപ്പോഴേക്കും കരിമ്പ് ജ്യൂസ് കണ്ട് അങ്ങനെ കരിമ്പ് ജ്യൂസ് എല്ലാം കുടിച്ച്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും 11-12 മണിയായിരുന്നു. അപ്പോൾ നല്ല ചൂടായിരുന്നു. അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നല്ല ഫ്രഷ് നീറ്റായിരുന്നു. അവിടെ നല്ല കരിമ്പ് ജ്യൂസ് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും അധികം എവിടേക്കെങ്കിലും പോകുമ്പോൾ അങ്ങനെ റോഡ് സൈഡിൽ കാണുകയാണെങ്കിൽ കരിമ്പ് ജ്യൂസ് ആണെങ്കിൽ ഞങ്ങൾ നിർത്തിയിട്ട് 3-4 അടിച്ച് കുടിക്കും. അങ്ങനെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ കരിമ്പ് ജ്യൂസിൻ്റെ. അപ്പോൾ ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല കരിമ്പ് ജ്യൂസ് കുടിക്കുകയാണ്. ആദ്യം 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് മധുരമില്ലാതെ ഐസ് ഇടാതെ കൊടുക്കുകയാണ്. നമുക്ക് അത്യാവശ്യം തണുപ്പൊക്കെ വേണമായിരുന്നു. അങ്ങനെ നമുക്ക് ഐസ് ഇട്ട് മതി പറഞ്ഞിട്ട് ഐസൊക്കെ ആ ട്രെയിനിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവസാനം വരെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കുക. നമ്മുടെ മോണി ആയ ചാനലായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്യുക, സൂപ്പർ സ്റ്റിക്കർ എടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നല്ല ഇക്കാടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നല്ല ചിക്കൻ വരട്ടിയത്, മോര് കറി, അവിയൽ, പയറുപ്പേരി, അച്ചാർ, ചോറ്, പപ്പടം, പായസം, അങ്ങനെ നാടൻ സദ്യയുടെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. കാരണം നോമ്പ് കഴിഞ്ഞിട്ട് കഴിക്കണതല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ബായ്.